2016 2024 ഇടയിലുള്ള വാർഷിക വ്യവസായ സർവേ ASI കണക്കുകൾ പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. 2016 കേരളത്തിൽ 170 സർക്കാർ ഫാക്ടറികളുണ്ടായിരുന്നത് 2024 163 ഏതാണ്ട് സ്ഥിരതയോടെ നിലകൊള്ളുന്നു. ഇതേ കാലയളവിൽ കർണാടകയിൽ പൊതുമേഖലാ ഫാക്ടറികളുടെ എണ്ണം 151 നിന്ന് 74. ഉത്തർപ്രദേശിൽ 117 നിന്ന് 45. കുത്തനെ ഇടിയുകയാണ്. സ്വകാര്യവൽക്കരണ നയങ്ങൾ ശക്തമായ ഗുജറാത്തിൽ 406 നിന്ന് 139. മഹാരാഷ്ട്രയിൽ 343 നിന്ന് 98. ഇതെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വന്ന കുറവാണ്. പശ്ചിമ ബംഗാളിൽ 152 നിന്ന് 67. ഇങ്ങനെ വലിയ കുറവ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്ത് വലിയ മാറ്റമില്ലാതെ അതേ എണ്ണം നിലനിർത്തി പോകാൻ നമുക്ക് കഴിയുന്നത്. മൊത്തം സാമ്പത്തിക മൂല്യവർദ്ധനവിൻ്റെ കാര്യത്തിൽ ഗ്രോസ് വാല്യൂ ആഡഡ് GVA രാജ്യത്തെ ആകെ വിഹിതത്തിൻ്റെ 11.3% നാം സംഭാവന നൽകുന്നുണ്ട്. കേരളം മഹാരാഷ്ട്രക്ക് തൊട്ടു പിന്നാലെ 2ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഇതേസമയം ഗുജറാത്തിൻ്റെ വിഹിതം 2%, തമിഴ്നാടിൻ്റേത് 5.9% മാത്രമാണ്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 15.6% സഞ്ചിത നാമമാത്ര GVA വളർച്ചയോടെ കേരളം രാജ്യത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമായി മാറി. ഇതേ കാലയളവിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ വൻകിട സംസ്ഥാനങ്ങൾ നെഗറ്റീവ് വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. 2016 കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 5756 കോടി രൂപയുടെ മൂല്യവർദ്ധനവാണ് ഉണ്ടായിരുന്നെങ്കിൽ 2024 മൂല്യവർദ്ധനവ് 17,801 കോടി രൂപയായി കുതിച്ചുയർന്നു. അതായത് 15.2% മികച്ച വാർഷിക വളർച്ച CAGR കേരളം കൈവരിച്ചു. ഏറെ ശ്രദ്ധേയമായ കാര്യം, വ്യവസായ ഭീമന്മാരായ ഗുജറാത്തിൻ്റെ GVA 8,534 കോടിയിൽ നിന്ന് 3,189 കോടിയിലേക്കും മഹാരാഷ്ട്രയുടേത് 58,237 കോടിയിൽ നിന്ന് 18,863 കോടിയിലേക്കും കുത്തനെ ഇടിഞ്ഞു എന്നതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളോടുള്ള കേരള സർക്കാരിൻ്റെ സന്ധിയില്ലാത്ത പ്രതിബദ്ധതയും നവീനമായ കാഴ്ചപ്പാടുകളുമാണ് ഈ വികസന കുതിപ്പിന് കാരണമായത്. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും കേരളം കൈവരിക്കുന്ന ഈ നേട്ടങ്ങൾ നമ്മുടെ നാട് നല്ല രീതിയിൽ സ്വാഗതം ചെയ്യേണ്ട ഒന്നാണ്. പക്ഷേ
അതേസമയം ഈ നേട്ടം ചിലരെയെല്ലാം അസ്വസ്ഥരാക്കുന്നു എന്നതും വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായി നുണക്കോപ്പുകൾ ഉപയോഗിച്ച് സർക്കാരിനെ ആക്രമിക്കാൻ തയ്യാറാകുകയാണ്. അവർക്കെല്ലാമുള്ള ശക്തമായ മറുപടിയായാണ് ഈ നേട്ടങ്ങൾ ഉയർന്നു നിൽക്കുന്നത്. പുകമറകൾ കൊണ്ട് ഈ മുന്നേറ്റത്തെ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാം എന്നാണ് നുണപ്രചാരകർ കരുതുന്നത്. അവർ ആസൂത്രിതമായി വ്യാജ കേരള സ്റ്റോറികൾ പടച്ചുവിടുകയാണ്. അത്തരക്കാരെ കരുതിയിരിക്കണം എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.